ഇനിയും ആനയുമായി ബന്ധപ്പെട്ടുള്ള ഒരു റിപ്പോർട്ടിലേക്കാണ്. നമുക്കറിയാം ഈ അതിരപ്പള്ളിയിലെ ഈ ഇടയ്ക്ക് വെച്ച് പരിക്കേറ്റ ഒരു കൊമ്പൻ, ചരിഞ്ഞുപോയ കൊമ്പൻ, ആ കൊമ്പനെ മയക്കുവെടി വയ്ക്കുന്ന സമയത്ത് കൊമ്പനെ ചേർത്ത് നിർത്തിയത് അവിടുത്തെ ഏഴാറ്റുമുഖം ഗണപതി എന്ന ആനയായിരുന്നു. ആ ദൃശ്യങ്ങളൊക്കെ വലിയ രീതിയിൽ നമ്മൾ ചർച്ച ചെയ്തതും ഒക്കെയാണ്. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത അനുസരിച്ച് ഏഴാറ്റുമുഖം ഗണപതിക്ക് പരിക്കെന്നാണ് സംശയം. ആനയെ നിരീക്ഷിക്കാൻ വെറ്റിനറി ഓഫീസറെ നിയോഗിച്ചിട്ടുണ്ട്. ആനയുടെ കാലിൽ പരിക്കുണ്ട് എന്നാണ് കണ്ടെത്തൽ. ഇതിനെ തുടർന്നാണ് ഈ ഒരു നടപടി. ലെവിൻ കെ വിജയനുണ്ട് അതിരപ്പള്ളിയിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങളുമായി. ലെവിൻ, ഏഴാറ്റുമുഖം ഗണപതിയുടെ ഈ പരിക്ക് ഗുരുതരമാണോ? വെറ്റിനറി വകുപ്പിന്റെ നിലവിലെ നീക്കങ്ങൾ എങ്ങനെയാണ്? പ്രത്യേക ഒരു മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചിട്ടുള്ള പരിശോധനയിലേക്കാണോ കാര്യങ്ങൾ എത്തുന്നത്? ഈ ഘട്ടത്തിൽ ആനയ്ക്ക് പരിക്കേറ്റതായി സംശയം മാത്രമാണ് നിലവിലുള്ളത്. ഇന്നലെയും ഇന്നുമൊക്കെയായി 2 ദിവസമായി ജനവാസ മേഖലയിൽ ഇറങ്ങിയ ആനയുടെ ഒരു കാലിൽ നേരിയ തോതിൽ പരിക്ക് കണ്ടു എന്നുള്ളതാണ് പ്രദേശവാസികൾ ഈ കാര്യം സംശയമായി ഉന്നയിച്ചത്. ഇതിനെ തുടർന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പ്രത്യേകമായി ആനയെ നിരീക്ഷിക്കാൻ തീരുമാനിച്ചത്. ഇതിനായി വനംവകുപ്പ് വാച്ചർമാരെ നിയോഗിക്കുകയും ചെയ്തു. മാത്രമല്ല എറണാകുളം ജില്ലയുടെ ചുമതലയുള്ള വെറ്റിനറി ഓഫീസർ ഡോക്ടർ ബിനോയ് തോമസിനെ ഇതിനുവേണ്ടി പ്രത്യേകമായി നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് ഡോക്ടർ ബിനോയ് അതിരപ്പള്ളി മേഖലയിലെത്തി ഈ ആനയെ നിരീക്ഷിക്കും. പക്ഷേ നമ്മൾ വനംവകുപ്പ് അധികൃതരുമായി സംസാരിച്ചപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പരിശോധനയിൽ ആനയുടെ 20 മീറ്റർ വരെ അടുത്തെത്തി നിരീക്ഷിച്ചതിൽ നിന്നും ആനയുടെ കാലിൽ അത്ര വലിയ പരിക്കുള്ളതായി കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇന്നും തുടർന്നും നിരീക്ഷണങ്ങൾ നടത്തും. ആനയുടെ കാലിൽ പരിക്കുണ്ടെന്ന് സ്ഥിരീകരിച്ചാൽ മാത്രം തുടർ നടപടികളെ കുറിച്ച് ആലോചിക്കുമെന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇത്തരത്തിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ ആനയുടെ കാലിൽ പരിക്ക് കണ്ടെത്തിയതായി നാട്ടുകാർ സംശയം ഉന്നയിച്ചത്. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഏതായാലും നിരീക്ഷണം ശക്തമാക്കാൻ തീരുമാനിച്ചത്. ആതിരപ്പള്ളിയിലെ കാട്ടുകൊമ്പന്മാരിൽ ഏറ്റവും ജനകീയനായ കാട്ടുകൊമ്പനാണ് ഏഴാറ്റുമുഖം ഗണപതി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ജനവാസ മേഖലയിലൊക്കെ സ്ഥിരമായി ഇറങ്ങുന്ന ആന ആളുകളെ ആരെയും ഇതുവരെയും ഉപദ്രവിച്ചതായിട്ടുള്ള പരാതികളില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. മാത്രമല്ല ജനവാസ മേഖലയിൽ ഇറങ്ങി ആളുകളെ ആക്രമിക്കാത്തതിനൊപ്പം പലപ്പോഴും നാട്ടുകാർ പറഞ്ഞാൽ ആ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് പിന്മാറിപ്പോകുന്ന ഒരു സ്വഭാവം കൂടി. ശരി ലെവിൻ, ഏഴാറ്റുമുഖം ഗണപതിക്ക് പരിക്കെന്ന് സംശയം വിവരങ്ങൾ നൽകുകയായിരുന്നു ലെവിൻ കെ വിജയൻ.